ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഹിയർ. അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ തന്നെയാണ് ഇന്നത്തെ വീഡിയോയുടെ മെയിൻ ക്യാരക്ടർ. ക്രിസ് ഇതിൻ്റെ ബർത്ത്ഡേ വ്ളോഗാണ്. ഇന്നെൻ്റെ ബർത്ത്ഡേ ആയിട്ടൊന്നുമില്ല. ഇന്നിപ്പം 17-ാം തീയതിയാണ് എൻ്റെ ബർത്ത്ഡേ. ഇന്ന് 14-ാം തീയതി ആയിട്ടേ ഉള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ പോയിട്ട് ഒരു ഹെയർ കട്ടൊക്കെ ചെയ്ത് പിന്നെ ബർത്ത്ഡേക്ക് ഇടാൻ കുറച്ച് ഫോട്ടോ ഒക്കെ വേണമല്ലോ, അതൊക്കെ എടുക്കാനുള്ള പരിപാടിയാണ് ഇന്ന്. അപ്പോൾ ഞാൻ ഓർത്തു ബർത്ത്ഡേ മാത്രമാക്കേണ്ട ബർത്ത്ഡേ പ്രപ്സും കൂടെ വെച്ച് ചെയ്യാമെന്ന്. സോ നമ്മൾ നമ്മുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് മുടി വെട്ടാൻ പോവാണ് ഗൈസ്. ഇപ്പോൾ സലൂണിൻ്റെ അങ്ങനെ തന്നെയാണോ വല്ല പറയണമെന്ന് എനിക്കറിയത്തില്ല. നമ്മൾ അവിടെയാണ് മുടി വെട്ടാൻ വന്നേക്കുന്നത്. നമ്മൾ ചെന്നപ്പോൾ തന്നെ നമുക്ക് ചേച്ചി ഒരു അടിപൊളി ഹെയർ വാഷ് തന്നു. അതിൻ്റെ സുഖവും പിടിച്ചിരിക്കുകയായിരുന്നു ഞാൻ. ഇപ്പോൾ കാണാൻ എന്തോ ഇനി ഒരു നോർത്ത് ഇന്ത്യൻ ഡ്യൂഡിനെ പോലെയില്ലേ. വെട്ടി തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നീളം കുറച്ചോളാൻ, കാരണം ഒരു പുതിയ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു. അത് കഴിഞ്ഞ് എൻ്റെ ഹെയർ കട്ടൊക്കെ കണ്ട് മെർലിൻ്റെ അവിടെ എന്നെ നോക്കി ഇങ്ങനെ കുഴഞ്ഞു കുത്തിയിരിക്കുകയായിരുന്നു. അങ്ങനെ ഹെയർ കട്ടൂടെ കഴിഞ്ഞപ്പം ഇതായിരുന്നു നമ്മുടെ ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് വലിയ വ്യത്യാസമൊന്നും തോന്നത്തില്ല, പക്ഷേ എന്നെ സംബന്ധിച്ച് നീളം കുറഞ്ഞിട്ടുണ്ട്. ബർത്ത്ഡേക്ക് ആയതുകൊണ്ട് ഒരു പുതിയ ക്യൂട്ട് ലുക്ക് കിട്ടിയ പോലെയാണ് എനിക്ക് തോന്നിയത്. വേറെ തോന്നിയത് എനിക്കറിയത്തില്ല. എനിവേ അത് കഴിഞ്ഞ് ഞാൻ പോയി ത്രെഡും കൂടെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതായിരുന്നു ഫൈനൽ ലുക്ക്. ഞാൻ കുറേ കാലമായി ത്രെഡ് ചെയ്തിട്ട്, അത് കാരണം എന്താ മുഖത്തൊരു വ്യത്യാസമൊക്കെ വന്നു, ഒരു തിളക്കമൊക്കെ വന്നു. അത് കഴിഞ്ഞ് ഞാനും മെർലിനും കൂടെ നേരെ പോയി ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നെക്സ്റ്റ് ലൊക്കേഷൻ പോയി. നമുക്ക് ഫോട്ടോ എടുക്കാനും കേക്കിൽ വയ്ക്കാനും കുറച്ച് പൂ വേണമായിരുന്നു, അത് നമ്മൾ പോയി വാങ്ങി. അത് കഴിഞ്ഞ് നമുക്ക് സ്റ്റുഡിയോയിൽ പോയി, കാരണം മെർലിന് അല്ലാതെ ചെറിയ ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നേരെ തിരിച്ച് വീട്ടിൽ വന്നു. അപ്പം 2 എണ്ണം കൂടെ വന്നിട്ടുണ്ടായിരുന്നു, ഫോട്ടോ എടുക്കാനും കേക്ക് തിന്നാനും പ്രധാനമായിട്ട്. അവ്യായിരുന്നു നമ്മുടെ ഫോട്ടോഗ്രാഫർ. അവൾ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട്, പക്ഷേ പോസൊക്കെ ഇടാൻ ഞാൻ ഭയങ്കര ഓക്വേർഡ് ആയതുകൊണ്ട് അതിന് മാത്രം അടിപൊളി ഫോട്ടോ ഒന്നും കിട്ടിയില്ല. എന്നാലും കുറച്ചൊക്കെ കിട്ടി. ഔട്ട്ഫിറ്റ് ചേഞ്ച്. അവ്യ ഉണ്ടാക്കിയ കേക്ക് ആയതുകൊണ്ട് തന്നെ അവൾ എന്നേക്കാൾ കൂടുതൽ കേക്കിൻ്റെ ഫോട്ടോ എടുക്കാനായിരുന്നു ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാലും എൻ്റെയും കുറച്ച് ഫോട്ടോ കിട്ടി കേട്ടോ. ഞാൻ അയച്ചു തന്ന ബാഗ്, പക്ഷെ എനിക്ക് മേടിക്കാൻ പൈസ ഇല്ലായിരുന്നു. ക്യൂട്ട്. ഞാൻ വിഷ് ചെയ്തിട്ട് പോകട്ടെ. ഇത് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. പക്ഷെ കൊള്ളാല്ലേ. ഹാപ്പി ബർത്ത്ഡേ. ഞാൻ 18 ആയില്ല ഗൈസ്, പക്ഷെ നേരത്തെ ഷൂട്ടുകളാണ്. എന്തിനടുത്തോട്ട് വരുന്ന വരണ്ട. മുറിച്ച് നിങ്ങളൊന്ന് ചിരിക്കെങ്കിലും ചെയ്യും. ആർക്ക് വേണം കേക്ക് ആദ്യം? കിങ്ങിണി ചത്തു. നോ 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 നോ, കേക്കിന്റെ പടം കാണിക്കരുത്. ബിക്കോസ് മണത്ത് വെക്കുന്നൂടെ കേക്കിനോ? ഓഫ് ചെയ്യോ കേക്ക് കഴിക്കാനായിട്ട്? വേണ്ട. ഇത് അവ്യരാജ് ഉണ്ടാക്കിയ കേക്കാണ് ഗൈസ്, കഷ്ടപ്പെട്ടുണ്ടാക്കിയ കേക്കാണ് ഗൈസ്. Okay, come. 5 more hours to go. ഞാൻ യൂട്യൂബിൽ ബർത്ത്ഡേ വ്ളോഗ് എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞ് അമ്മയുടെ റൈഡിന് വിട്ട വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ ടേബിൾ സ്വന്തമായിട്ട് അടുക്കുക ഗൈസ്. വ്ളോഗൊക്കെ എടുക്കുന്ന പിള്ളേരെ ഒരു തുള്ളി വൃത്തിയില്ല. ശേഷി 9 more minutes കൂടെ ഉള്ളു ഗൈസ്. ഒക്കെ വരുന്നുണ്ട്. 2 കോൾ കഴിഞ്ഞു. ഇനി കറക്റ്റ് 12 മണിയാകുമ്പോൾ ഞാൻ എയർപ്ലെയിൻ പോകണം. പിന്നെ ഞാൻ വ്ളോഗ് എടുക്കും. എൻ്റെ ടീഷർട്ട് കാണിക്കാൻ ഗൈസ്. ഇതെനിക്ക് മനു മേടിച്ചത്. ഇറ്റ്സ് ലെയ ഹിയർ.
ഞാൻ ഇങ്ങനെ എല്ലാ മിനിറ്റും ഇങ്ങനെ പോവാണ്. ടു ടൈപ്സ് ഉണ്ട്. ഒന്ന് ബർത്ത്ഡേസ് ആഘോഷിക്കാൻ ഇഷ്ടമില്ലാത്തവരും ഒന്ന് ബർത്ത്ഡേസ് ആഘോഷിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ളവരും. ഞാൻ രണ്ടാമത്തെ ടൈപ്പാണ്. എനിക്ക് ബർത്ത്ഡേ ആഘോഷിക്കാൻ ഭയങ്കര ഇഷ്ടം. വേറെ ആരും ആഘോഷിച്ചില്ലെങ്കിൽ എനിക്ക് എൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കണം. അത് നിർബന്ധം. ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ നമ്മുടെ കാര്യം നമ്മളൊരു പിണക്കവും ഇല്ലാതെ നമുക്ക് മെയിൻ ക്യാരക്ടർ ആകാൻ പറ്റുന്ന ഒരു ദിവസമാണ്. എനിക്ക് മെയിൻ ക്യാരക്ടർ ആവുന്ന ഇഷ്ടം. 5 more minutes guys. ഞാൻ തന്നെ കേക്ക് കാര്യങ്ങളുണ്ടാക്കാണ്. ഞാൻ തന്നെ ഒരു പോപ്പർ ഉണ്ടാക്കിയ വീട്ടിൽ പൊട്ടിച്ച് മോഷിച്ചു. ഇങ്ങനെ വലിക്കുമ്പോ സപ്പോസ് ടു വലിക്കുമ്പം സെല്ലോ ടേപ്പ് ഒട്ടിച്ച് വെച്ചിട്ട് ഇങ്ങോട്ട് വലിക്കുമ്പം ഇതിങ്ങനെ പൊട്ടുക എന്നുള്ളതായിരുന്നു സെറ്റപ്പ്. ഇനി നമുക്ക് ഇതെറിഞ്ഞ് ആഘോഷിക്കും. ഇത് മൊത്തം ഇവിടെ ആയി. ഇപ്പം അമ്മച്ചി കയറി വരുവാണെങ്കിൽ ഞാൻ ചത്ത്. കുറേ നേരം എടുത്തുണ്ടാക്കിയതാണ് കോപ്പ്. 57 ഗൈസ്. 11:57. ഇത് പോപ്പർ പൊട്ടിക്കുക എന്നുള്ള സെറ്റപ്പായിരുന്നു. അത് ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ പേപ്പർ. അത് നടക്കാത്തതുകൊണ്ട് നമുക്ക് ഹാപ്പി ബർത്ത്ഡേ ഇങ്ങനെ ചെയ്യും. 58 ഗൈസ്. 58. ഇനി ഫോണിന് ഞാൻ എയർപ്ലെയിൻ മോഡാക്കട്ടെ. ആരും വിളിക്കരുത് എനിക്ക് ഈ ബ്ലോഗ് എടുക്കാൻ. ചേച്ചി വിളിക്കുന്നുണ്ട് പക്ഷെ നമ്മൾ എടുക്കൂല. 12 മണി കഴിഞ്ഞ് നമ്മൾ എയർപ്ലെയിൻ മോഡ് മാറ്റും. അത് പോപ്പർ പൊട്ടിക്കണമെന്നായിരുന്നു എനിക്ക്. പക്ഷേ കോപ്പ് സംടൈംസ് തിങ്സ് നെവർ വർക്കൗട്ട്. എനിക്കെപ്പോഴും അങ്ങനെ. അമ്മയച്ഛനും എണീറ്റെന്ന് തോന്നുന്നു. പുറത്ത് സൗണ്ട് കേൾക്കാം. 12 മണിയായി ഗായ്സ്. 12 മണി. ഹാപ്പി ബർത്ത്ഡേ. യെസ്, എനിക്ക് 18 തികഞ്ഞിരിക്കുന്നു ഗായ്സ്. എല്ലാം തൂത്തുവാരി കൂട്ടട്ടെ. ഇനി എനിക്ക് ഫോണിൻ്റെ എയർപ്ലെയിൻ മോഡ് മാറ്റണം. തിരിച്ചു വിളിക്കണം. ഹാപ്പി ബർത്ത്ഡേ. എല്ലാം പോപ്പർ വർക്കായില്ല അമ്മ. ആ പൊട്ടിപ്പോയി. ഇത് ദിയാച്ചക്കയുടെ ഗിഫ്റ്റ് ആണ് ഗൈസ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ പത്തനംതിട്ടയിലുള്ള ഓൺലൈൻ റെസ്റ്റോറൻറ്റ്. ഇവിടെ ഇതും കുറേ പറഞ്ഞിട്ടുണ്ട്. ഇത് എവിടെ നിന്ന് തുറക്കാനാ മനസ്സിലായിരുന്നു? ഇല്ല. എഫേർട്ട് ഇടുവോ? ഹാപ്പി കുഡ്സ് ഇച്ചിരി വ്യത്യാസം വന്ന്. ഹാപ്പി ബർത്ത്ഡേ കുഡ്സ് എന്നായിരുന്നു. ഇച്ചിരി ചെറിയ വ്യത്യാസം വന്ന്. കുഴപ്പമില്ല, വായിക്കാം. ഇത് മെൽറ്റ് ആവുന്നുണ്ടല്ലോ ചോക്ലേറ്റ്. ഇവിടെ മെഴുകുതിരിയാണോ അത്? അത് വെക്കുന്നില്ലേ? ഇതൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കണം. എന്ത് ഇത് അതിന്റെ അടിയിലൊക്കെ ഉണ്ട് കേട്ടോ. ഇതുവരെ ഞങ്ങളുടെ വീട്ടില് ആരുടെ ബർത്ത്ഡേയും 12 മണിക്ക് ആഘോഷിച്ചിട്ടില്ല. ഫസ്റ്റ് ടൈം. അത് ഇവര് കേക്ക്. സാധാരണ എന്റെ ബർത്ത്ഡേക്ക് ഞാനാ കേക്ക് ഓർഡർ ചെയ്യുന്ന. അവിടെ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി വിഷല്ലേ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു.
Happy birthday, Leone Kutta. Happy birthday to you. താങ്ക് യു. നഗിക്കോ നഗിക്കോ നഗിക്കോ. Your favorite daughter just turned 18, guys. Least favorite daughter is on video call. എന്നെയല്ലേ ഏറ്റവും ഇഷ്ടം അവർക്ക്. Bye. കേക്കിനുള്ള ടേസ്റ്റ് ഉണ്ട് ഗൈസ്. ഇത് മറ്റേ ചോക്ലേറ്റ് എന്റെ ബർത്ത്ഡേ രണ്ടാമത്തെ കേക്കാണ്. ചോക്ലേറ്റ് ബബിൾസ് കൊള്ളാല്ലേ? എവിടുന്നാ ഇത്? നീ ഇത് കണ്ടില്ലേ? നീ ഇത് കാണുമെന്ന് ഓർത്ത് ഞങ്ങൾ ടെൻഷൻ പിടിച്ചിരിക്കും. നീ ഇത് ആപ്പിൾ തിന്നാൻ പോയപ്പോ ഞങ്ങൾ പിടിച്ചു. അച്ഛനോട് പറഞ്ഞ എല്ലാം പോളും. ഞങ്ങൾ അങ്ങാടിക്ക് പോയി മനസ്സിലായില്ലേ? ലച്ചൊക്കെ കൂടെ ഇവിടെ നിന്നിട്ട് നിങ്ങൾ അങ്ങാടി പോയിരുന്നത് എനിക്ക് മനസ്സിലായ. ലച്ചൊക്കെ വീട്ടിലുണ്ടായിരുന്നിട്ട് നിങ്ങൾ പോലെ മനസ്സിലായി. നിങ്ങൾ രണ്ടും കൂടെ ഒന്നും എനിക്കൊരു പ്ലാനും ഇല്ലായിരുന്നു. സർപ്രൈസ് ആയില്ലേ? സർപ്രൈസ് ആയല്ലോ. സന്തോഷമായില്ലേ? സന്തോഷായല്ലോ. ഒത്തിരി സന്തോഷമായില്ലേ? രണ്ടു വാക്ക് പറഞ്ഞ സുനിമോന് ഭയങ്കര ഫാൻസാ എന്റെ ചാനലില്. വിയർത്തിട്ടാട്ടോ നോക്കുന്നേ. ഹായ് ഗൈസ്, ഇന്ന് ലേക്കുട്ടിന്റെ 18ാമത്തെ പിറന്നാളാണ്. ഞങ്ങൾ സർപ്രൈസ് കൊടുത്തായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഈ സമയത്ത് പ്ലീസ് ജനിച്ചിട്ടില്ല. ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ കമന്റും കൂടെ പറ. ആൻഡ് കമന്റ്. ഞാൻ KSF ചിട്ടിയുടെ പ്രൊമോഷൻ കൂടെ. താങ്ക് യു. ഞങ്ങൾ പോണില്ല കാര്യം. ഹാപ്പി ഹാപ്പി. ഇത് അൺബോക്സ് ചെയ്യാം. Many hours later. മിസ്സാക്കിയിട്ടില്ല. ഫോട്ടോ വെച്ചിട്ടുള്ള and BTS photo cards. അപ്പം രാത്രി ആഘോഷങ്ങൾ ഇത്രേ ഉള്ളൂ. ബാക്കി നാളെ. സബ്സ്ക്രൈബ് ചെയ്യാ. ഹായ് ഗായ്സ്, ഇന്ന് രാവിലെയായി. നമ്മുടെ കുറച്ച് ഫ്രണ്ട്സ് വരുന്നുണ്ട്. അപ്പം നമ്മൾ അവരുടെ കൂടെ കറങ്ങാൻ പോകുകയാണ്. ആലപ്പുഴ പോയാൽ കുളിച്ചു ഗൈസ്. അപ്പം ഫേസ് ഒക്കെ ചെയ്തു. ഇനി ആക്സസറീസ് കൂടെ ഇടുക. അവളുമാക്കേണ്ടി വെയിറ്റ് ചെയ്യുക. ഇന്ന് കുറേ വിഷു വന്നു. വന്ന എല്ലാ വിഷുവിനും താങ്ക് യു സോ മച്ച്. ചന്ദന എത്തി ഗൈസ്. എത്ര നേരം ഇവിടെ നിൽക്കണം. ഒന്ന് ഉച്ചത്തിൽ വിളിച്ചിരുന്നെങ്കിൽ. ബാക്കിയുള്ളത് നിങ്ങൾ വന്ന് ഗൈസ്. താങ്ക് യു. നമ്മൾ ആലപ്പുഴ പോകുന്നു ഗൈസ്. ടാറ്റയെങ്കിലും കൊടുക്കും. നിങ്ങൾ ഇത്ര ആറ്റിറ്റ്യൂഡ് എന്താ? ബസ്സിന് ക്യാച്ച് ചെയ്യാണ് ഗൈസ്. ഓടെ പേരച്ച് ആലപ്പുഴയ്ക്ക് പോകുന്നു ഗൈസ്. ബാക്കിയുള്ള ഗ്യാങ്ങും കൂടെ എത്തി ഗൈസ്. ഒരാളൂടെ വരാനുണ്ട്. നിന്നേക്ക് ഇതിനാണ് ഇവിടം വരെ കൊണ്ടുവന്ന്. എനിക്ക് ഭ്രാന്താ. എല്ലാവരും ഫുഡ് കഴിക്കാണ് ഗൈസ്. വീഡിയോ എടുക്കുക. സാറ ഹായ് പറ. സാറ ഇനി ഗോയിങ് ടു ബീച്ച്. എവിടെയെങ്കിലും സമാധാനപരമായിട്ടിരിക്കാൻ സെർച്ച് ചെയ്യുകയാണ് ഗൈസ്. ആലപ്പുഴയുടെ ഒരു സ്പോട്ട്. അങ്ങനെ കുറേ സമയം നമ്മൾ അവിടെ ഇവിടെയൊക്കെ കുത്തിയിരുന്നിട്ട് എല്ലാവരും കൂടെ നടന്ന് ബസ് കയറാൻ പോകായിരുന്നു. അങ്ങനെ അവിടുന്ന് ബസ് കയറി എല്ലാവരും പല വഴിക്ക് പിരിഞ്ഞു. ഡാൻസ് ഉണ്ട്. ഇപ്പോൾ വീഴുവാണെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു. അഭിരസ് തിരിഞ്ഞു നോക്ക്. നടക്കുവാണ് ഗൈസ്. എത്തി.
എല്ലാവരും ചത്തു. ഗൈസ്, അപ്പം നമ്മൾ എല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നു. നമ്മുടെ അപ്പുറത്തെ ഇന്ന് പെരുന്നാളായത് കാരണം ബിരിയാണി കൊണ്ടുവന്നായിരുന്നു. നമ്മൾ വയറ് നിറച്ച് കഴിച്ചു. നല്ല ടയേർഡാണ്, വെയിലത്തൊക്കെ തേരാപ്പാരം നടന്നതിൻ്റെ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ, സബ്സ്ക്രൈബ്.